അങ്ങനെ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വരുന്ന സ്ഥലമല്ലേ ഇത്. ഇവിടെ വന്നിട്ട് ഒരാളുടെ ജീവൻ പോകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടുണ്ടോ? നമ്മുടെ മലബാറിൻ്റെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഈ വിധത്തിൽ അടിക്കടിയായി പുകയും തീയൊക്കെ ഉണ്ടാകുന്നത്. ഗുരുതരമായ സിറ്റുവേഷൻ തന്നെ. നിങ്ങളൊക്കെ വാർത്തകളിൽ പറഞ്ഞതും പുറത്തു കൊണ്ടുവന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളും കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നേരിട്ട് വന്നപ്പോഴും അത് മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഒന്നും വേണ്ട, ഞാനിവിടെ ചുമതലയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ 37 വർഷമായിട്ട് ഈ മെഡിക്കൽ കോളേജിലെ ആളുകളുണ്ട്. 9 വർഷം ഇവിടെ പഠിച്ച ഹോസ്റ്റലിൽ നിന്ന് ആളുകൾ, ഈ പിന്നെ മെഡിസിൻ ഇവിടെ ചെയ്തവർ, PG ഇവിടെ ചെയ്തവർ, ഇവിടെ തന്നെ വർക്ക് ചെയ്തവർ, ഇവിടെ തന്നെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ, ഇവിടെ തന്നെ വൈസ് പ്രിൻസിപ്പളിലെ ചുമതല വഹിച്ച ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ഒന്നും ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതില്ല എന്ന് വെച്ചാൽ അത് ഗുരുതരമായിട്ടുള്ളൊരു പാളിച്ച ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഒരെണ്ണം നടന്നിട്ട് അതിൻ്റെ ഒരു ഷോക്കും ഞെട്ടലും മാറുന്നതിന് മുമ്പേ ആളുകൾ മരണപ്പെട്ട സാഹചര്യം പോലും ഉണ്ടാകുന്നതിന് മുമ്പ്, രാസപരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അത് പറയാം. അതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് പിന്നെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അതേ ബിൽഡിങ്ങിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതേ ബിൽഡിങ്ങിൽ തന്നെ പിന്നെ ആളുകൾ ഒഴിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ആയുസ് നോക്കിയതും പണ്ട് കാലത്തെയൊന്നുമല്ല, കുറേ കാലം തേഞ്ഞതും തേച്ചതും ഉപയോഗിച്ചതും ഒന്നുമല്ല. ആ കല്ല് 23-ലാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 2 വർഷം തികയുന്നതിൻ്റെ മുമ്പ് നടക്കേണ്ട ഇൻസിഡൻസ് ആണോ? മേലത്ത് ഇന്നലെ നടന്ന സംഭവത്തെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ ഫുള്ളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടേഴ്സിനുള്ള ട്രെയിനിങ്, ടെക്നീഷ്യൻസിനുള്ള ട്രെയിനിങ്, ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴത്തേക്കും പൊട്ടിത്തെറി ഉണ്ടാവുന്നു. ഗ്യാരണ്ടി പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകളെ ജീവൻ രക്ഷിക്കാൻ വരുന്ന സ്ഥലമല്ലേ ഇത്. ഇവിടെ വന്നിട്ട് ഒരാളുടെ ജീവൻ പോകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഓർക്കേണ്ടത് വകുപ്പും മന്ത്രിയും ഓർക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്, അനാരോഗ്യ വകുപ്പല്ല എന്നുള്ളത് വകുപ്പും മന്ത്രിയും ഓർക്കണം. ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയ ആളുകളെ സംബന്ധിച്ചുള്ള പിന്നെ അവരുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയെ സംബന്ധിച്ചുള്ള ബില്ലിൻ്റെ കാര്യങ്ങൾ അത് ആശുപത്രിയും ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുന്ന കാര്യത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഇവിടെ അവർ വന്നത്. ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടല്ലേ പോകേണ്ടി വന്നു. അപ്പോൾ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്ന് മിനിസ്റ്ററോട് റിക്വസ്റ്റ് ചെയ്തിട്ട് മിനിസ്റ്റർ DPM-നും കളക്ടറോടും സംസാരിച്ചിട്ട് ഉടനെ തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു കംപ്ലീറ്റ് സേഫ്റ്റി ഓഡിറ്റ് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നടത്തണം. അതുപോലെ തന്നെ എവിടെയാണ് വീഴ്ച വന്നുള്ളതെന്ന് പഠിച്ച് വീഴ്ച വന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം. അത് കമ്പനിയാണെങ്കിലും മറ്റാരാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇവിടെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാനുള്ളൊരു തിടുക്കവും പിന്നെ വ്യഗ്രതയും കാണിച്ചിട്ട് ഇന്നലത്തെ പോലെ വീണ്ടും അവിടെ ആളെ കയറ്റി അതേ ബിൽഡിങ്ങിൽ തന്നെ പിന്നെ തീയും പുകയും വരുന്ന സാഹചര്യമൊന്നും നല്ലതല്ല. ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷനാണ് പുറത്തു വരേണ്ടത്, അല്ലാണ്ട് ഇവിടെ എല്ലാം ഭംഗിയാണെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയല്ല. അത് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.